ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മനീഷ് വോയ്സ് എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് നിവിൻ പോളി നായകനായി എത്തിയ ബേബി ഗേൾ എന്ന സിനിമയാണ്. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് കടക്കാം. സിനിമ തുടങ്ങുന്നത് ഡിസംബർ 24 തീയതി രാവിലെ 8:20 തിരുവനന്തപുരത്തെ ഗൗരീശപട്ടം എന്ന സ്ഥലത്തെ ഗുഡ് ഷെപ്പേർഡ് എന്ന ഒരു ആശുപത്രിയും കാണിച്ചുകൊണ്ടാണ്. അവിടെ അറ്റൻഡറായി ജോലി ചെയ്യുന്ന സനൽ മാത്യു ആണ് നമ്മുടെ ഈ സിനിമയിലെ നായകൻ. അതേസമയം ആ ആശുപത്രിയിൽ സെക്യൂരിറ്റി അലാറം നിർത്താതെ അടിക്കുകയാണ്. സംഭവം എന്താണെന്ന് അന്വേഷിച്ചപ്പോഴാണ് ആ ആശുപത്രിയിൽ നിന്നും 3 ദിവസം മാത്രം പ്രായമുള്ള ഒരു പെൺകുഞ്ഞിനെ കാണാതായിരിക്കുകയാണെന്ന് അറിയുന്നത്. അപ്പോഴാണ് സനലിന് താൻ ആശുപത്രിക്കകത്തേക്ക് വരുമ്പോൾ സംശയാസ്പദമായ രീതിയിൽ പറുതിയൊക്കെ ഇട്ട് ഒരു സ്ത്രീ കയ്യിൽ ഒരു ബിഗ് ഷോപ്പറുമായി ലിഫ്റ്റിൽ നിന്നും പുറത്തേക്ക് വരുന്നതായി കണ്ട കാര്യം ഓർക്കുന്നത്. ഉടൻ തന്നെ സനൽ ലിഫ്റ്റിനടുത്തും ആശുപത്രിക്ക് വെളിയിലുമൊക്കെയായി ആ സ്ത്രീയെ തേടി നോക്കിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ആശുപത്രിക്കാർ കുട്ടി മിസ്സിംഗ് ആയ വിവരം പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയും ചെയ്തു. ഒപ്പം മീഡിയയും ആ വിവരം അറിഞ്ഞു. അങ്ങനെ അതൊരു ബ്രേക്കിംഗ് ന്യൂസ് ആയി ഓടാനും തുടങ്ങി. വിവരമറിഞ്ഞ ആശുപത്രിയിലെത്തിയ പോലീസുകാർ അന്വേഷണം ആരംഭിച്ചു. ആ ആശുപത്രിയിൽ 2 സെക്യൂരിറ്റിമാരാണുള്ളത്. കുഞ്ഞിനെ കാണാതായ വാർഡിലെ സെക്യൂരിറ്റി സുകുമാരനായിരുന്നു. അന്ന് നൈറ്റ് ഡ്യൂട്ടിക്ക് നിന്ന സുകുമാരന്റെ ഡ്യൂട്ടി കഴിയുന്നത് 10 മണിക്കായിരുന്നു. എന്നാൽ അന്ന് സുകുമാരൻ 8 മണിക്ക് ഡ്യൂട്ടി നിർത്തി പോയിരുന്നു. അതായത് കുട്ടിയെ കാണാതായ സമയം ആ വാർഡിൽ സെക്യൂരിറ്റി ഉണ്ടായിരുന്നില്ല. പോലീസുകാർ സുകുമാരനെ തിരികെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയാണ്. അതിന് സുകുമാരൻ തന്റെ മകളുടെ വിവാഹം അടുത്തതിനാൽ അതിന്റെ കുറച്ച് ആവശ്യങ്ങൾക്കായി താൻ 8 മണിക്ക് പോകുന്ന വിവരം MDയോട് പറഞ്ഞിരുന്നു എന്ന് പറയുന്നു. എന്നാൽ MD 10 മണിക്കുള്ള സെക്യൂരിറ്റി വരുന്നത് വരെ പകരം ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് പോകാനാണ് പറഞ്ഞതെന്ന് പറയുന്നു. അതിന് സുകുമാരൻ ഞാൻ സനലിനോട് പറഞ്ഞിരുന്നു. സനൽ 8 മണിക്ക് വന്നോളാമെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ നേരത്തെ പോയത്. എന്നാൽ അതിന് സനൽ തന്നോട് സുകുമാരൻ ചേട്ടൻ അങ്ങനെയൊന്നും പറഞ്ഞിരുന്നില്ല എന്നായിരുന്നു പറഞ്ഞത്. അതെല്ലാം കേട്ട് കലിപ്പായ പോലീസുകാർ സുകുമാരനോട് ഇവിടുത്തെ സെക്യൂരിറ്റി താനായതിനാൽ ഇവിടെ നടന്നതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം തനിക്കാണ് എന്നും പറഞ്ഞ് CCTV ചെക്ക് ചെയ്യുന്നതിനായി അകത്തേക്ക് പോവുകയാണ്. അതേസമയം സനൽ പോലീസുകാരോട് പറുതിയിട്ട് ഒരു സ്ത്രീയെ കണ്ട കാര്യം പറയുന്നു. അങ്ങനെ പോലീസുകാർ CCTV ചെക്ക് ചെയ്ത് സനൽ പറഞ്ഞ ആ പറുതിയിട്ട സ്ത്രീ തന്നെയാണ് കുഞ്ഞിനെ കൊണ്ട് പോയതെന്ന കാര്യം ഉറപ്പിക്കുന്നു. അതേസമയം ആ ടൗണിന്റെ മറ്റൊരു ഭാഗത്ത് CMന്റെ ഒരു സമ്മേളനം നടക്കുന്നുണ്ടായിരുന്നു. അതിനാൽ തന്നെ എല്ലാ പോലീസുകാരും ആ സമ്മേളനം നടക്കുന്ന സ്ഥലത്തായിരുന്നു ഉണ്ടായിരുന്നത്. ആശുപത്രിയിലെ കാണാതായ കുഞ്ഞിനെ കുറിച്ച് അന്വേഷിക്കാൻ ആകെ കുറച്ച് പോലീസുകാരെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അതിനാൽ അവർ സമ്മേളനം നടക്കുന്ന സ്ഥലത്ത് നിന്നിരുന്ന CI രാകേഷിനെ ഫോൺ ചെയ്ത് ഇവിടെ അർജന്റ് സിറ്റുവേഷൻ ആണെന്നും സസ്പെക്ടിന്റെ വിഷ്വൽസ് എല്ലാം കിട്ടിയിട്ടുണ്ടെന്നും കുറച്ച് പോലീസുകാരെ കൂടി അന്വേഷണത്തിന് വേണമെന്നും പറയുന്നു. അവിടെ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന സമ്മേളനമായിരുന്നതിനാൽ തന്നെ കമ്മീഷണർ അടക്കം എല്ലാ പോലീസുകാരും ആ സമ്മേളനം നടക്കുന്ന സ്ഥലത്തുണ്ടായിരുന്നു. അതിനാൽ CI രാകേഷിന് ഒറ്റയ്ക്കൊരു തീരുമാനമെടുക്കാൻ കഴിയില്ലായിരുന്നു. അങ്ങനെ CI രാകേഷ് കമ്മീഷണറുടെ അടുത്തേക്ക് വന്ന് ആ മിസ്സിംഗ് ആയ കുഞ്ഞിനെ കുറിച്ച് അന്വേഷിക്കാൻ കുറച്ച് പോലീസുകാരെ കൂടി വേണമെന്ന് പറയുന്നു. അതുകേട്ട് ആ സമ്മേളനത്തിന്റെ ടെൻഷനിൽ നിന്നിരുന്ന കമ്മീഷണർ രാകേഷിനെ നല്ല രീതിയിൽ തന്നെ വഴക്കു പറയുകയാണ്. എങ്കിലും കുറച്ചു നേരം കഴിഞ്ഞ് ആ കുഞ്ഞിനെ കാണാതായത് വലിയ ഇഷ്യൂ എങ്ങാനുമായി തനിക്ക് പണി കിട്ടുമെന്ന് കരുതി കമ്മീഷണർ CI രാകേഷിനെ വിളിച്ച് ഒരു വണ്ടിയും 3 പോലീസുകാരെയും തരാം, ബാക്കി പോലീസുകാരെ ട്രാഫിക്കിൽ നിന്നോ കൺട്രോൾ റൂമിൽ നിന്നോ അറേഞ്ച് ചെയ്ത് ആ കേസ് താൻ അന്വേഷിച്ചോ എന്ന് പറയുന്നു. അങ്ങനെ ആ കേസ് അന്വേഷിക്കാനായി CI രാകേഷ് വരികയാണ്. ഒപ്പം അന്വേഷണം പല രീതിയിൽ ആരംഭിക്കുകയും ചെയ്തു. വണ്ടികളിലും ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലുമെല്ലാം പറുതിയിട്ട് കയ്യിലൊരു ബിഗ് ഷോപ്പറുമായി പോയ ആ സ്ത്രീയെ അന്വേഷിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു കടയിലെ CCTVയിൽ നിന്നും ആ സ്ത്രീ കുന്നുകുഴി ഭാഗത്തേക്ക് പോകുന്നതിന്റെ വിഷ്വൽസ് പോലീസുകാർക്ക് കിട്ടുകയും ചെയ്തു. അങ്ങനെ CI രാകേഷ് സംഭവം നടന്ന ആശുപത്രിയിലെത്തി കുഞ്ഞിന്റെ അമ്മയെ ചോദ്യം ചെയ്യുകയാണ്. കുഞ്ഞിന്റെ അമ്മയുടെ പേര് മീനാക്ഷി എന്നാണ്. കുഞ്ഞിനെ കാണാതായതിൽ മീനാക്ഷിക്ക് വിഷമമുണ്ട് എങ്കിലും തന്റെ കുഞ്ഞിനെ തിരികെ കിട്ടണമെന്ന ആഗ്രഹം മീനാക്ഷിക്കുള്ളതായി തോന്നുന്നില്ല. കാരണം മീനാക്ഷി ബാംഗ്ലൂരിൽ എഞ്ചിനീയറിംഗിന് ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആയിരുന്നു. ഇപ്പോൾ 19 വയസ്സായതേ ഉള്ളൂ. ഒരു കുഞ്ഞിനെ കെയർ ചെയ്യാനുള്ള മാനസികാവസ്ഥയൊന്നും മീനാക്ഷിക്ക് ഉണ്ടായിരുന്നില്ല. ഓൾറെഡി ആ കുഞ്ഞിനെ അബോർട്ട് ചെയ്യാൻ മീനാക്ഷിയും ഭർത്താവ് ആകാശം ശ്രമിച്ചതാണ്. മീനാക്ഷിക്ക് അബോർഷൻ ചെയ്യുന്നതിൽ എന്തൊക്കെയോ കോംപ്ലിക്കേഷൻ ഉള്ളതിനാലാണ് അബോർഷൻ ചെയ്യാതിരുന്നതും. കുട്ടിയുടെ അച്ഛനായ ആകാശിനും ആ കുട്ടിയെ വേണമെന്ന താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ആകാശും മീനാക്ഷി പഠിച്ചിരുന്ന അതേ കോളേജിലെ 3ാം വർഷ വിദ്യാർത്ഥിയായിരുന്നു. അവന് 21 വയസ്സായതേ ഉണ്ടായിരുന്നുള്ളൂ. കുഞ്ഞിനെ കാണാതായതിനേക്കാൾ കൂടുതൽ സങ്കടം ആകാശിന് തന്റെ എക്സാം എഴുതാൻ കഴിയാതെ പോകും എന്നതിലായിരുന്നു. കുഞ്ഞിനെ തിരികെ കിട്ടുന്നതിൽ മാതാപിതാക്കൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല
ഉണ്ടായിരുന്നെങ്കിലും പോലീസുകാർക്ക് അങ്ങനെയായിരുന്നില്ല. കാരണം ഓൾറെഡി അത് വലിയ രീതിയിൽ തന്നെ വാർത്തയാവുകയും ചെയ്തിരുന്നല്ലോ. അങ്ങനെ CI രാകേഷ് സെക്യൂരിറ്റി സുകുമാരന്റെ അടുത്ത് വന്നിട്ട് ആ കുഞ്ഞിനെ വിറ്റ പൈസക്കല്ലേടാ നീ നിന്റെ മകളുടെ കല്യാണം നടത്താൻ പോകുന്നത് എന്നും ചോദിച്ച് അടിക്കുകയാണ്. അടികൊണ്ട സുകുമാരൻ സാറ് ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല സാറ് എന്നും പറഞ്ഞ് കരയുന്നു. എന്നിട്ട് സാറ് എനിക്ക് തോന്നുന്നത് ആ വീട്ടുകാർ തന്നെ കുഞ്ഞിനെ മാറ്റിയതാണെന്നാണ്. കാരണം സാധാരണ കുഞ്ഞുങ്ങൾ കരയുന്നത് കണ്ടാൽ നമ്മൾ ആരായാലും എടുത്ത് സമാധാനിപ്പിക്കും. പക്ഷെ അവരാരും ആ കുഞ്ഞിനെ ഒന്ന് എടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല സാറേ എന്ന് പറയുന്നു. അതേസമയം പോലീസുകാർക്ക് ഒരു ഓട്ടോ ഓടിക്കുന്ന ചേച്ചിയിൽ നിന്നും കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയ ആ സ്ത്രീയെ കണ്ടെന്നും പറഞ്ഞുള്ള ഒരു കോൾ വരുന്നു. അങ്ങനെ പോലീസുകാർ ആ സ്ത്രീയെ കണ്ട സ്ഥലത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ സനൽ പോലീസുകാരുടെ അടുത്തേക്ക് വന്നിട്ട് സാറേ ഞാനും കൂടി നിങ്ങളുടെ കൂടെ വന്നോട്ടെ, ഞാനാണ് ആ സ്ത്രീയെ നേരിട്ട് കണ്ടിട്ടുള്ളത്. ഒരു പക്ഷേ അവരുടെ പൊക്കവും രൂപവും എല്ലാം വെച്ച് എനിക്ക് ചിലപ്പോൾ ആളെ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും എന്ന് പറയുന്നു. അങ്ങനെ പോലീസുകാരുടെ കൂടെ സനലും ആ സ്ത്രീയെ കണ്ടുവെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവുകയാണ്. അതേസമയം തന്നെ ആ കുഞ്ഞിന്റെ അച്ഛനായ ആകാശും തന്റെ ഒരു കൂട്ടുകാരന്റെ കൂടെ കാറിൽ കയറി പോകുന്നതായും കാണിക്കുന്നു. അങ്ങനെ പോലീസുകാരും സനലും സ്ത്രീയെ കണ്ടുവെന്ന് പറഞ്ഞ സ്ഥലത്തെത്തി അവിടെ മുഴുവനും സെർച്ച് ചെയ്യുകയാണ്. ഒപ്പം കുഞ്ഞിന്റെ അച്ഛൻ ആകാശും തന്റെ കൂട്ടുകാരനോടൊപ്പം കാറിൽ അവിടേക്ക് വന്നിരുന്നു. അവിടെ നിന്നും പോലീസുകാർക്ക് ആ സ്ത്രീ കുഞ്ഞിനെ കടത്തിക്കൊണ്ടു പോകാൻ ഉപയോഗിച്ച ബിഗ് ഷോപ്പർ കിട്ടുകയും ചെയ്തു. അങ്ങനെ അവർ വീണ്ടും അവിടെ മുഴുവനും പരിശോധിക്കാൻ തുടങ്ങി. അപ്പോഴാണ് അവിടെ ഒരു അതിഥി തൊഴിലാളിയായ സ്ത്രീ കുഞ്ഞുമായി ഇരിക്കുന്നത് സനൽ കാണുന്നത്. ഉടൻ തന്നെ സനൽ ആ കുഞ്ഞിനെയും എടുത്ത് പോലീസുകാരുടെ അടുത്തേക്ക് ചെല്ലുന്നു. അതോടൊപ്പം പോലീസുകാരെല്ലാവരും ചേർന്ന് ആ സ്ത്രീയെ പിടികൂടുകയും ചെയ്തു. അങ്ങനെ ആ കുഞ്ഞിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയാണ്. അതുകൊണ്ട് ആ ആശുപത്രിക്കാരും ആശുപത്രിയിൽ കൂടി നിന്നിരുന്ന മാധ്യമ പ്രവർത്തകരുമെല്ലാം കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നുമുണ്ട്. അങ്ങനെ സനൽ ആ കുഞ്ഞിനെ അവിടെ ഉണ്ടായിരുന്ന നേഴ്സുമാരെ ഏൽപ്പിക്കുകയാണ്. ആ കുഞ്ഞിനെ കണ്ട നേഴ്സുമാർ സനലിനോടും പോലീസുകാരോടും പറയുകയാണ് ഇത് ആ കുഞ്ഞല്ല, ഇത് വേറെ കുഞ്ഞാണെന്ന്. അത് കേട്ട് സനലിനും പോലീസുകാർക്കും എന്ത് ചെയ്യണമെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. കാരണം അത്ര വലിയ ഒഫൻസ് ആണ് അവർ ചെയ്തിരിക്കുന്നത്. എങ്കിലും അതിഥി തൊഴിലാളിയായ ആ കുട്ടിയുടെ അമ്മ തനിക്ക് കംപ്ലൈന്റ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞതിനാൽ അവരെല്ലാവരും രക്ഷപ്പെട്ടു. എല്ലാം കൊണ്ടും കലിപ്പായി മാറിയ CI രാകേഷ് സനലിനിട്ടൊന്ന് പൊട്ടിക്കാൻ തുടങ്ങുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന പോലീസുകാരെല്ലാവരും ചേർന്ന് ഒരു തരത്തിൽ രാകേഷിനെ പിടിച്ചു മാറ്റുകയാണ്. അതേസമയം സനൽ പോലീസുകാരോട് സാറ് സെക്യൂരിറ്റി സുകുമാരൻ ചേട്ടൻ പാവമാണ്, ഞാൻ 8 മണിക്ക് വന്നോളാം എന്ന് പറഞ്ഞതുകൊണ്ടാണ് സുകുമാരൻ ചേട്ടൻ പോയതെന്ന് സമ്മതിക്കുകയാണ്. തന്റെ ഭാര്യ സിനി ഇന്നലെ രാത്രിയിൽ സൗദിയിൽ നിന്നും തിരികെ വന്നിരുന്നെന്നും അതിനാലാണ് താൻ വരാൻ താമസിച്ചു പോയതെന്നും സനൽ പറയുന്നു. അതുകൂടി കേട്ടപ്പോൾ രാകേഷിനു കട്ടക്കലിപ്പായി. അതേസമയം രാകേഷിനെ കൂടി ഉണ്ടായിരുന്ന SI അസീസ് പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് സാറേ അവൻ പറഞ്ഞത് സത്യമാണ്, അവന്റെ ഭാര്യ സൗദിയിൽ നിന്നും ഇന്നലെ രാത്രിയാണ് വന്നത്. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന ജോലി ഉപേക്ഷിച്ചിട്ടാണ് അവർ വന്നിരിക്കുന്നത്. ഇവിടെ ഒന്നും കാണാതെ അവർ ജോലി ഉപേക്ഷിച്ചു വരില്ലല്ലോ. അതിനാൽ അവനെ നമുക്കിപ്പോൾ വെറുതെ വിടാം, എന്നിട്ട് അവൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം എന്ന് പറയുന്നു. അതേസമയം ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ സനലിനെ ആശുപത്രി അധികൃതർ തങ്ങളുടെ ആശുപത്രിയിൽ നിന്നും പിരിച്ചുവിടുകയാണ്. അതായത് സനൽ കാരണമാണല്ലോ പ്രശ്നങ്ങൾ വീണ്ടും ഗുരുതരമായത്. മാത്രവുമല്ല സെക്യൂരിറ്റി സുകുമാരൻ നേരത്തെ പോകാൻ കാരണവും സനലായിരുന്നു. എന്നാൽ സുകുമാരന് പകരം സമയത്ത് വന്നതുമില്ല. അങ്ങനെ സുകുമാരനെ പോലീസുകാർ പറഞ്ഞു വിടുകയാണ്. അതോടൊപ്പം ആശുപത്രി ജോലിയിൽ നിന്നും തന്നെ പിരിച്ചുവിട്ടതിനാൽ സനൽ ആ ആശുപത്രിയിൽ നിന്നും പുറത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ പത്രക്കാരെല്ലാവരും സനലിന്റെ അടുത്തേക്ക് ഓടി വന്ന് ഓരോരോ കാര്യങ്ങൾ ചോദിക്കുകയാണ്. അതുകൊണ്ട് പോലീസുകാർ വേഗം ഓടി വന്ന് സനലിനെ ആശുപത്രിക്കകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് കുറച്ചു നേരം കഴിഞ്ഞ് എല്ലാം ഒന്ന് ശാന്തമായിട്ട് പോകാമെന്ന് പറയുന്നു. അപ്പോഴാണ് സനലിന് ഇന്നലെ ആശുപത്രിയിൽ വെച്ച് നടന്ന ഒരു സംഭവം ഓർമ്മ വരുന്നത്. അതിനാൽ സനൽ വേഗം CCTV റൂമിൽ ചെന്ന് CCTV റൂമിന്റെ കൺട്രോളറായ അഭിലാഷിനോട് ഇന്നലെ 4:30 മെറ്റേണിറ്റി വാർഡിന്റെ അവിടെയുള്ള ഫുട്ടേജ് ഒന്ന് കാണിക്കാമോ എന്ന് ചോദിക്കുന്നു. അതെ, സനൽ വിചാരിച്ചത് ശരിയായിരുന്നു. ഇന്നലെ ഒരുത്തൻ മെറ്റേണിറ്റി വാർഡിന്റെ അടുത്ത് കിടന്ന് കറങ്ങുന്നുണ്ടായിരുന്നു. അവനോട് സനൽ ഇവിടെ എന്തിനാണ് നിന്ന് കറങ്ങുന്നതെന്ന് ചോദിച്ചപ്പോൾ HIV ടെസ്റ്റ് ചെയ്യാൻ വന്നതാണെന്നാണ് പറഞ്ഞത്. അതിനാൽ തന്നെ സനൽ അവനെ ലാബിലേക്ക് പറഞ്ഞു വിടുകയും ചെയ്തിരുന്നു. അങ്ങനെ സനൽ ലാബിലേക്ക് ചെന്ന് ഇന്നലെ HIV ടെസ്റ്റ് ചെയ്യാൻ വന്ന ആ പയ്യന്റെ ഡീറ്റെയിൽസ് എടുത്തു തരാമോ എന്ന് ചോദിക്കുന്നു. ലാബിലെ സിസ്റ്റർ ആദ്യം അതിന് സമ്മതിച്ചില്ല എങ്കിലും സനലിന്റെ അവസ്ഥ ഓർത്ത് അവന്റെ ഡീറ്റെയിൽസ് എടുത്ത് കൊടുക്കുകയാണ്. അതേസമയം CI രാകേഷും പർദ്ദയിട്ട് ആ സ്ത്രീയുടെ വീഡിയോ ചെക്ക് ചെയ്യുകയായിരുന്നു. ആ വീഡിയോയിലുള്ള സ്ത്രീയുടെ ബോഡി ലാംഗ്വേജ് വെച്ച് അതൊരു സ്ത്രീയല്ല
പുരുഷനാണെന്ന് രാകേഷ് പറയുന്നു. അതേസമയം സനലിനെ കാണിക്കുന്നു. HIV ടെസ്റ്റ് എടുക്കാൻ വന്ന അവന്റെ പേര് വിവേക് മേനോൻ എന്നായിരുന്നു. അതേസമയം സീൻ കട്ടായി വിവേക് മേനോനെ കാണിക്കുകയാണ്. ആ വിവേക് മേനോൻ തന്നെയായിരുന്നു ആ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുവന്നതും. അവന്റെ സഹോദരിയുടെ പ്രസവവും കഴിഞ്ഞ ദിവസമായിരുന്നു കഴിഞ്ഞത്. എന്നാൽ പ്രസവത്തിൽ കുഞ്ഞ് മരിച്ചിരുന്നു. വിവേകിന്റെ സഹോദരിക്ക് ഇതിനു മുമ്പും 2 തവണ അബോർഷനായി പോയതാണ്. ഇത്തവണയും കുഞ്ഞു മരിച്ചു പോയതിനാൽ സഹോദരി വളരെയധികം സങ്കടത്തിലായിരുന്നു. മാത്രവുമല്ല 2 തവണ അബോർഷൻ ആയതിനാൽ തന്നെ സഹോദരിയുടെ ഭർത്താവ് ഇത്തവണ പ്രസവത്തിന് പോലും വന്നിട്ടില്ലായിരുന്നു. ഭർത്താവാണെങ്കിൽ ഇത്തിരി സൈക്കോയുമാണ്. അതിനാൽ സഹോദരി കുഞ്ഞില്ലാതെ വീട്ടിലേക്ക് ചെന്നാൽ തന്റെ ഭർത്താവ് തന്നെ കൊല്ലാക്കൊല്ല ചെയ്യുമെന്ന് പറഞ്ഞ് കരഞ്ഞതിനാലാണ് വിവേക് ആ കുഞ്ഞിനെ തന്റെ സഹോദരിക്ക് വേണ്ടി തട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്. അത് കണ്ട സഹോദരി നീ എന്ത് മണ്ടത്തരമാണ് ചെയ്തത് എന്നെല്ലാം ചോദിച്ച് വിവേക് മേനോനെ വഴക്ക് പറയുകയും ആ കുഞ്ഞിനെ എവിടെ നിന്നാണോ എടുത്തത് അവിടെ തന്നെ തിരികെ കൊണ്ടുപോയി വെക്കാനും പറയുന്നു. അതിന് വിവേക് ആ കുഞ്ഞിന് ആരുമില്ലാത്തതാണ് എന്ന് പറയുന്നു. എങ്കിലും സഹോദരി സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അത് കണ്ട് വിവേക് ഞാൻ കുഞ്ഞുമായി ഹോസ്പിറ്റലിൽ നിന്നിറങ്ങി എന്ന് അളിയനോട് പറഞ്ഞായിരുന്നു എന്ന് പറയുന്നു. അത് കേട്ട് വേറെ വഴിയില്ലാതെ വിവേകിന്റെ സഹോദരി കുഞ്ഞിനെ വിവേകിന്റെ കയ്യിൽ നിന്നും വാങ്ങിക്കുന്നു. അങ്ങനെ കാര്യമെല്ലാം ശാന്തമായല്ലോ എന്നോർത്ത് വിവേക് സഹോദരിയെയും കൂട്ടി അവിടെ നിന്നും പോകാൻ തുടങ്ങുമ്പോഴാണ് പോലീസുകാർ അവിടേക്ക് വരുന്നതായി വിവേക് കാണുന്നത്. അത് കണ്ട് വിവേക് സഹോദരിയോട് ആ കുഞ്ഞിനെ ഇവിടെ കിടത്തിയിട്ട് നമുക്ക് ഇവിടെ നിന്നും പോകാം. ആ പോലീസുകാർ ഇവിടേക്ക് വരുമ്പോൾ കുഞ്ഞിനെ കണ്ടെത്തിക്കോളും എന്നും പറഞ്ഞ് കുഞ്ഞിനെ അവിടെ ഒരിടത്ത് കിടത്തിയിട്ട് വിവേകും സഹോദരിയും പതിയെ അവിടെ നിന്നും പോകുന്നു. അതേസമയം പോലീസുകാർ കുഞ്ഞിന്റെ അടുത്തേക്ക് പോകുന്നതായും കാണിക്കുന്നു. എന്നാൽ അപ്പോഴായിരുന്നു സനൽ അതിഥി തൊഴിലാളിയുടെ കയ്യിലിരുന്ന കുഞ്ഞിനെയും എടുത്തുകൊണ്ട് പോയത്. അത് കണ്ട് കുഞ്ഞിന്റെ അടുത്തേക്ക് പോയ പോലീസുകാർ തിരികെ പോവുകയും ചെയ്തു. പോലീസുകാർ തിരികെ പോകുന്നത് കണ്ട വിവേകും സഹോദരിയും വേഗം ആ കുഞ്ഞിന്റെ അടുത്തേക്ക് പോവുകയാണ്. എന്നാൽ ഇപ്പോഴാണ് ഒരു ട്വിസ്റ്റ്. അതായത് അവർ ചെന്ന് നോക്കുമ്പോൾ ആ കുഞ്ഞ് അവിടെ ഉണ്ടായിരുന്നില്ല. ആ കുഞ്ഞിനെ അവിടെ നിന്നും കാണാതായിരിക്കുകയാണ്. അത് കണ്ട് അവർ രണ്ടുപേരും നല്ലതുപോലെ പേടിക്കുകയും ചെയ്തു. അതേസമയം ആശുപത്രിയിലുള്ള സനലിനെ കാണിക്കുകയാണ്. അവിടെയുള്ള രജിസ്റ്ററിൽ നിന്നും കിട്ടിയ വിവേകിന്റെ നമ്പറിലേക്ക് സനൽ ഫോൺ ചെയ്യുന്നു. എന്നാൽ വിവേക് ആശുപത്രിയിൽ കൊടുത്തത് തന്റെ നമ്പർ ആയിരുന്നില്ല. അതറിഞ്ഞ സനലിന് വിവേകിനോടുള്ള സംശയം കൂടുകയും ചെയ്തു. അതിനാൽ സനൽ തനിക്ക് രജിസ്റ്ററിൽ നിന്ന് നമ്പർ എടുത്തു തന്ന നേഴ്സിനോട് പേയ്മെന്റ് സെക്ഷനിൽ ചെന്ന് വിവേക് ഓൺലൈൻ പേയ്മെന്റ് ആണോ ചെയ്തതെന്ന് അന്വേഷിക്കണം. അവൻ ഓൺലൈൻ പേയ്മെന്റ് ആണ് ചെയ്തതെങ്കിൽ അക്കൗണ്ട് ഡീറ്റെയിൽസ് വെച്ച് ബാങ്കിൽ വിളിച്ചു ചോദിച്ചാൽ അവന്റെ ശരിക്കുള്ള നമ്പർ നമുക്ക് കിട്ടും. അതൊന്ന് സംഘടിപ്പിച്ചു തരാമോ എന്ന് ചോദിക്കുന്നു. അങ്ങനെ ആ നേഴ്സ് അക്കൗണ്ട് സെക്ഷനിലെ ഹരിയുടെ അടുത്ത് ചെന്ന് വിവേകിന്റെ ശരിക്കുള്ള നമ്പർ സംഘടിപ്പിച്ച് സനലിന് കൊടുക്കുകയും ചെയ്തു. വിവേകിന്റെ നമ്പർ കിട്ടിയ സനൽ ആശുപത്രിയിൽ ഉണ്ടായിരുന്ന ഒരു പോലീസുകാരന്റെ അടുത്ത് ചെന്നിട്ട് സാറേ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയി എന്ന് സംശയം തോന്നുന്നവന്റെ നമ്പർ കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നു. എന്നാൽ കുഞ്ഞിനെ മാറ്റിയെടുത്തു കൊണ്ടുവന്ന് മുഴുവൻ പോലീസുകാർക്കും ചീത്തപ്പേരുണ്ടാക്കിയ സനലിനോട് കട്ടക്കലിപ്പിലായിരുന്ന പോലീസുകാരൻ നല്ല രീതിയിൽ തന്നെ വഴക്ക് പറഞ്ഞ് അവിടെ നിന്നും ഓടിക്കുന്നു. അതേസമയം വീണ്ടും വിവേകിനെയും സഹോദരിയെയും കാണിക്കുന്നു. വിവേക് സഹോദരിയോട് നമുക്കിനി വീട്ടിൽ ചെന്ന് അളിയനോട് കാര്യങ്ങളെല്ലാം പറയാം എന്ന് പറയുന്നു. അപ്പോഴാണ് സഹോദരി തന്റെ ഭർത്താവ് ഒരു വലിയ സൈക്കോ ആണെന്നും കുഞ്ഞില്ലാതെ വീട്ടിലേക്ക് ചെന്നാൽ ഭർത്താവും ഭർത്താവിന്റെ വീട്ടുകാരുമെല്ലാം എന്നെ നല്ല രീതിയിൽ ഉപദ്രവിക്കുമെന്നും 2 തവണ അബോർഷൻ ആയതുകൊണ്ടാണ് ഭർത്താവും വീട്ടുകാരുമെല്ലാം ഇത്തവണ പ്രസവത്തിന് വരാതിരുന്നതെന്നുമെല്ലാം പറയുന്നത്. അതിന് വിവേക് എങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാം എന്ന് പറയുന്നു. എന്നാൽ അതിനൊരു പ്രശ്നമുണ്ടായിരുന്നു. കാരണം തന്റെ സ്വന്തം ഇഷ്ടപ്രകാരം വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയതായിരുന്നു വിവേകിന്റെ സഹോദരി. സഹോദരി പോയി കുറച്ചു നാളുകൾക്കുള്ളിൽ അവരുടെ അമ്മ മരിക്കുകയും ചെയ്തു. അമ്മ മരിക്കാനുള്ള ശരിക്കുള്ള കാരണം അമ്മയ്ക്ക് ക്യാൻസർ ആയിരുന്നതിനാലാണ്. എന്നാൽ അമ്മ മരിച്ചതിനു കാരണം തന്റെ മകൾ ഓടിപ്പോയതിന്റെ സങ്കടം സഹിക്കാൻ കഴിയാത്തതിനാലാണ് എന്ന് മനസ്സിൽ ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ് അവരുടെ അച്ഛൻ. അതിനുശേഷം അച്ഛൻ ഇതുവരെ മകളെ തിരിഞ്ഞുപോലും നോക്കിയിട്ടില്ല. അതിനാൽ സഹോദരി വിവേകിനോട് ഇല്ല ഞാൻ അച്ഛന്റെ അടുത്തേക്ക് വരില്ല എന്ന് പറയുന്നു. എന്നാൽ വിവേക് സഹോദരിയെ ഒരു തരത്തിൽ സമാധാനിപ്പിച്ച് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അപ്പോഴാണ് വിവേകിന് സനലിന്റെ കോൾ വരുന്നത്. വിളിച്ചത് സനലാണെന്നറിഞ്ഞ വിവേക് ഉടൻ തന്നെ ഫോൺ കട്ട് ചെയ്ത് സനലിന്റെ നമ്പർ ബ്ലോക്ക് ചെയ്യുകയും ചെയ്തു. അതേസമയം ആശുപത്രി കാണിക്കുകയാണ്. ആശുപത്രിയിൽ ഉണ്ടായിരുന്ന കുഞ്ഞിന്റെ അമ്മയായ മീനാക്ഷിയുടെ അച്ഛന്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നു. അതിൽ കുഞ്ഞ് ഞങ്ങളുടെ കയ്യിലുണ്ടെന്നും കുഞ്ഞിനെ തിരികെ വേണമെങ്കിൽ ഞങ്ങൾക്ക് 30 ലക്ഷം രൂപ തരണമെന്നും ആ 30 ലക്ഷം രൂപ ബാഗിലാക്കി അവിടെയുള്ള ഒരു സ്ഥലത്ത് കൊണ്ടിടാനും ആ പൈസയുമായി താൻ ഒറ്റയ്ക്ക് ചെല്ലണമെന്നും ഈ കാര്യങ്ങളൊന്നും പോലീസിനെ അറിയിച്ചാൽ പിന്നെ ഈ കുഞ്ഞിനെ കാണില്ല എന്നുമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ മീനാക്ഷിയുടെ അച്ഛൻ
അച്ഛൻ ഈ കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരോട് പറയുന്നു. അതറിഞ്ഞ പോലീസുകാർ മീനാക്ഷിയുടെ അച്ഛന് വന്ന കോൾ ട്രേസ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അതിനു കഴിഞ്ഞതുമില്ല. അതിനാൽ CI രാകേഷും പോലീസുകാരുമെല്ലാം കിഡ്നാപ്പർ പൈസ കൊണ്ടിടാൻ പറഞ്ഞ സ്ഥലത്തിനടുത്തുള്ള വീടുകളിലെല്ലാം വേഷം മാറി ആ ബാഗ് എടുക്കാൻ വരുന്നയാളെയും കാത്തിരിക്കുകയാണ്. അതേസമയം വിവേകിനെ കാണിക്കുന്നു. വിവേകിന് ആ സമയം പോലീസ് സ്റ്റേഷനിൽ നിന്നും ഒരു കോൾ വരികയാണ്. സ്റ്റേഷൻ വരെ ഒന്ന് വരണം എന്നും പറഞ്ഞ്. അത് കേട്ട് വിവേകിന് നല്ല രീതിയിൽ പേടിയായെങ്കിലും പോകാതിരുന്നാൽ പണി കിട്ടും എന്നതിനാൽ സ്റ്റേഷനിലേക്ക് ചെല്ലുകയാണ്. വിവേകിനെ സ്റ്റേഷനിലേക്ക് വിളിക്കാൻ കാരണം നമ്മുടെ സനലിന്റെ കോൾ വിവേകിന്റെ ഫോണിലേക്ക് വന്നതിനാലാണ്. അതായത് സനലിനെ പോലീസുകാർക്ക് സംശയമുണ്ടായിരുന്നതിനാൽ സനലിന്റെ ഫോൺ പോലീസുകാർ ട്രേസ് ചെയ്യുന്നുണ്ടായിരുന്നു. സനൽ വിവേകിനെ കോൾ ചെയ്തിരുന്നല്ലോ, അതിനാലാണ് വിവേകിനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിരിക്കുന്നത്. വിവേക് പോലീസുകാരോട് താൻ ഇന്നലെ സനൽ ജോലി ചെയ്യുന്ന ആശുപത്രിയിൽ പോയിരുന്നെന്നും എയ്ഡ്സിന്റെ ചെക്കപ്പ് ചെയ്തിരുന്നെന്നും അതിന്റെ റിസൾട്ടിന്റെ കാര്യം പറയാനാണ് സനൽ വിളിച്ചതെന്നും പറയുന്നു. എയ്ഡ്സ് എന്ന് കേട്ടതും പേടിച്ചു പോയ SI എത്രയും വേഗം വിവേകിനെ അവിടെ നിന്നും ഓടിക്കാനായി എന്നിട്ട് റിസൾട്ട് മേടിക്കാൻ പോയോ എന്ന് ചോദിക്കുന്നു. അതിന് വിവേക് ഇല്ല, അവിടേക്ക് പോവുകയായിരുന്നു, അപ്പോഴാണ് സാറ് വിളിച്ചതെന്ന് പറയുന്നു. അതിന് SI എങ്കിൽ വേഗം പോയി റിസൾട്ട് മേടിച്ചോ എന്നും പറഞ്ഞ് അവിടെ നിന്നും പറഞ്ഞു വിടുന്നു. അങ്ങനെ സ്റ്റേഷനിൽ നിന്നും പുറത്തു വന്ന വിവേക് സഹോദരിയോട് നമുക്ക് ഗുഡ് ഷെപ്പേർഡ് ആശുപത്രി വരെ ഒന്ന് പോകണം എന്ന് പറയുന്നു. എന്നാൽ അതേസമയം സഹോദരി വിവേകിനോട് കട്ടക്കലിപ്പിലായിരുന്നു. കാരണം ആ കുഞ്ഞിനെ കുറിച്ചുള്ള വാർത്ത അപ്പോഴാണ് ഫോണിൽ നിന്നും സഹോദരി അറിയുന്നത്. സഹോദരി വിവേകിനോട് ഞാൻ എല്ലാ കാര്യങ്ങളും പോലീസുകാരോട് പറയാൻ പോവുകയാണ് എന്ന് പറയുന്നു. അതിന് വിവേക് എങ്കിൽ ചെന്ന് പറ, ഇപ്പോൾ ആ കുഞ്ഞിനെ കടത്തിക്കൊണ്ടു പോയിരിക്കുന്നവർ ആ കുഞ്ഞിന്റെ വീട്ടിലേക്ക് വിളിച്ച് പൈസ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതും കൂടി ഇനി എന്റെ തലയിൽ ഇരിക്കട്ടെ. അത് കേട്ട് സഹോദരിക്ക് എന്ത് പറയണമെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ വിവേക് സഹോദരിയെയും കൂട്ടി തന്റെ റിസൾട്ട് വാങ്ങാനായി ആശുപത്രിയിലേക്ക് പോകുന്നു. വിവേക് റിസൾട്ട് വാങ്ങാൻ വന്ന വിവരം നേഴ്സ് സനലിനെ വിളിച്ചു പറയുകയാണ്. എന്നാൽ വിവേക് ചെന്നുപെട്ടത് വിവേക് കടത്തിക്കൊണ്ടുപോയ കുഞ്ഞിന്റെ അച്ഛൻ ആകാശിന്റെ മുമ്പിലായിരുന്നു. വിവേകിനെ കണ്ട ആകാശ് വിവേകിനെ ഓടിച്ചിട്ട് പിടികൂടുകയാണ്. ആകാശിന് എങ്ങനെ വിവേകിനെ അറിയാം എന്നല്ലേ, അത് വഴിയെ പറയാം. എന്തായാലും ആകാശ് വിവേകിന്റെ പുറകെ പോയത് വിവേകിന്റെ കയ്യിൽ ഒരു അഡ്രസ് കൊടുക്കുന്നതിനായിരുന്നു. ആകാശ് വിവേകിന്റെ കയ്യിലേക്ക് പേപ്പർ കൊടുക്കുന്നത് വിവേകിനെ തിരക്കി വന്ന സനൽ കാണുകയും ചെയ്തു. അത് കണ്ട സനൽ വിവേകിനെ പിടികൂടാനായി വന്നെങ്കിലും അതിനു മുമ്പേ വിവേക് അവിടെ നിന്നും പോയിരുന്നു. വിവേകിന് ആകാശ് എന്തോ കൈമാറുന്നത് കണ്ട സനലിന് ഇപ്പോൾ ആകാശിനോടും സംശയം തോന്നുകയാണ്. അതിനാൽ സനൽ വീണ്ടും CCTV റൂമിലെ അഭിലാഷിന്റെ അടുത്തേക്ക് വന്നിട്ട് രാവിലെ ഞങ്ങൾ കുഞ്ഞിനെ തപ്പിപ്പോയപ്പോൾ ആകാശ് വന്നത് അവന്റെ ഒരു കൂട്ടുകാരന്റെ വണ്ടിയിലാണ്, ആ വണ്ടിയുടെ നമ്പർ വെച്ച് ആ വണ്ടിയിലുണ്ടായിരുന്ന ആകാശിന്റെ കൂട്ടുകാരന്റെ ഡീറ്റെയിൽസ് ഒന്ന് എടുത്തു തരാമോ എന്ന് ചോദിക്കുന്നു. അങ്ങനെ അഭിലാഷ് ഡീറ്റെയിൽസ് എല്ലാം എടുത്ത് സനലിന് കൊടുക്കുകയും ചെയ്തു. എന്നാൽ ഈ കാര്യങ്ങളെല്ലാം പോലീസുകാരോട് പോയി പറയാൻ സനലിന് നല്ല പേടിയുണ്ടായിരുന്നു. കാരണം ഓൾറെഡി സനലിനെ പോലീസുകാർ വാൺ ചെയ്തിരിക്കുകയാണല്ലോ. അതേസമയം കിഡ്നാപ്പർ പറഞ്ഞതനുസരിച്ച് മീനാക്ഷിയുടെ അച്ഛൻ 30 ലക്ഷം രൂപ കിഡ്നാപ്പർ പറഞ്ഞ ആ സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് തിരികെ പോവുകയാണ്. അതെല്ലാം വാച്ച് ചെയ്തുകൊണ്ട് CI രാകേഷും സംഘവും മഫ്തിയിൽ ആ ഏരിയയിലുള്ള വീടുകളിലുമെല്ലാം ഉണ്ടായിരുന്നു. അതേസമയം ഒരാൾ ആ ബാഗ് ഇട്ട സ്ഥലത്തേക്ക് വരികയാണ്. അത് കണ്ട പോലീസുകാരെല്ലാവരും അയാളെ തന്നെ നോക്കിയിരിക്കുകയാണ്. അതേസമയം വിവേകിനെ കാണിക്കുന്നു. വിവേക് ഇപ്പോൾ കുഞ്ഞിന്റെ അച്ഛൻ ആകാശ് കൊടുത്ത അഡ്രസ്സിലേക്ക് വന്നിരിക്കുകയാണ്. ആ അഡ്രസ് ഇവിടെ CI രാകേഷും പോലീസുകാരും ആ ബാഗ് എടുക്കാൻ വന്നയാളെ നോക്കിയിരുന്ന കോളനിയിലുള്ള ഒരു വീട്ടിലെ അഡ്രസ് ആയിരുന്നു. അങ്ങനെ വിവേക് ആ വീട്ടിൽ വന്ന് നോക്കുമ്പോൾ അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. വേറെ ഓപ്ഷൻ ഒന്നും ഇല്ലാതിരുന്ന വിവേക് ആ വീടിനകത്തേക്ക് കയറി പോവുകയാണ്. അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരെല്ലാവരും ആ ബാഗ് എടുക്കാൻ വരുന്നയാളെ നോക്കിയിരുന്നതിനാൽ തന്നെ വിവേകിനെ കണ്ടതുമില്ല. വീടിനകത്ത് കയറിയ വിവേക് ആ വീടിനകത്തുണ്ടായിരുന്ന സംഭവം കണ്ട് ഞെട്ടിപ്പോയി. അത് വേറെ ഒന്നുമല്ല, ആ കുഞ്ഞായിരുന്നു ആ വീട്ടിലുണ്ടായിരുന്നത്. അത് കണ്ട വിവേക് വേറെ ഒന്നും ചിന്തിച്ചില്ല. ഉടൻ തന്നെ ആ കുഞ്ഞിനെയും എടുത്ത് തന്റെ കാറിൽ കയറി അവിടെ നിന്നും പോകുന്നു. ആ കുഞ്ഞിനെ വീണ്ടും കിട്ടിയത് കണ്ട് വിവേകിന്റെ സഹോദരിക്ക് അത്ഭുതമായി. അതേസമയം ആശുപത്രിയിൽ ഉണ്ടായിരുന്ന പോലീസുകാർ CI രാകേഷിനെ വിളിച്ച് രാവിലെ കുഞ്ഞിന്റെ അച്ഛനായ ആകാശിനെ കൂട്ടിക്കൊണ്ടുപോയ കൂട്ടുകാരൻ ആദിദേവിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കുകയാണ്. ആ അഡ്രസ് എന്തിനാണ് പോലീസുകാർ ഇപ്പോൾ തന്നെ CIക്ക് പറഞ്ഞു കൊടുത്തതെന്നല്ലേ. അതായത് CI രാകേഷ് ഇപ്പോൾ ആ ബാഗ് എടുക്കാൻ വന്നയാളെ പിടികൂടാൻ നിൽക്കുന്നത് ആ പോലീസുകാർ പറഞ്ഞു കൊടുത്ത ആദിദേവിന്റെ വീട്ടിലായിരുന്നു. അങ്ങനെ CI രാകേഷ് ആദിദേവിനെ പിടികൂടുകയാണ്. ആശുപത്രിയിലുള്ള പോലീസുകാർക്ക് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തത് CCTV റൂമിലെ അഭിലാഷ് ആയിരുന്നു. സനലാണ് അഭിലാഷിനെ പോലീസുകാരുടെ അടുത്തേക്ക് പറഞ്ഞു വിട്ടത്. അങ്ങനെ ആദിദേവ് താനാണ് കുഞ്ഞിന് പകരം പണം ചോദിച്ചത് എന്ന് സമ്മതിച്ചു.
ചോദിക്കുന്നു. അപ്പോൾ പിന്നെ ആ ബാഗ് എടുക്കാൻ വന്നത് ആരാണെന്നല്ലേ? അത് ആ കോളനിയിലെ അസോസിയേഷൻ സെക്രട്ടറി ആയിരുന്നു. ആരോ ഒരാൾ ബാഗ് കൊണ്ട് തന്റെ കോളനിയിൽ ഇട്ടിട്ട് പോകുന്നത് കണ്ട് ചെന്ന് നോക്കിയതായിരുന്നു അയാൾ. CI രാകേഷ് ആദിദേവിനോട് കുഞ്ഞെവിടെയെന്ന് ചോദിക്കുന്നു. ആദിദേവും CIയും ഒക്കെ ഇപ്പോൾ നിൽക്കുന്നത് ശരിക്കും ആദിദേവിന്റെ ശരിക്കുള്ള വീടായിരുന്നില്ല, മറിച്ച് ആദിദേവിന്റെ അച്ഛന്റെ പാർട്ട്ണർ അവരെ നോക്കാൻ ഏൽപ്പിച്ച വീട്ടിലായിരുന്നു. അങ്ങനെ തൊട്ടടുത്തുള്ള തന്റെ വീട്ടിലേക്ക് ആദിദേവ് CIയെ കൂട്ടിക്കൊണ്ടുപോയി കുഞ്ഞ് ഇവിടെയുണ്ടെന്ന് പറയുന്നു. അങ്ങനെ പോലീസുകാർ വന്ന് നോക്കുമ്പോൾ അവിടെ കുഞ്ഞുണ്ടായിരുന്നില്ല. കാരണം ഓൾറെഡി വിവേക് അവിടെ വന്ന് ആ കുഞ്ഞിനെയും കൊണ്ട് പോയിരുന്നല്ലോ. അങ്ങനെ പോലീസുകാർ ആദിദേവിനെയും കുഞ്ഞിന്റെ അച്ഛൻ ആകാശിനെയും സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അങ്ങനെ ആകാശ് കാര്യങ്ങളെല്ലാം പോലീസുകാരോട് പറയുന്നു. അതായത് രാവിലെ കുഞ്ഞിനെ തേടി പോലീസുകാരും സനലും ഒക്കെ പോയിരുന്നല്ലോ. ആ കൂടെ ആകാശ് ഈ ആദിദേവിന്റെ കൂടെയാണ് അവിടേക്ക് പോയത്. അവിടെ വെച്ചവർ വിവേകും സഹോദരിയും കുഞ്ഞിനെ അവിടെ വെച്ചിട്ട് പോകുന്നത് കാണുകയും ചെയ്തു. അവിടെ വെച്ച് ആകാശും ആദിദേവുമാണ് ആ കുഞ്ഞിനെ എടുക്കുന്നത്. അതിനാലാണ് പോലീസുകാർ പോയി കഴിഞ്ഞ് വിവേകും സഹോദരിയും തിരികെ വന്ന് നോക്കിയപ്പോൾ ആ കുഞ്ഞിനെ അവിടെ കാണാതിരുന്നതും. കുഞ്ഞിനെ തിരികെ കിട്ടിയ ആകാശ് തന്റെ കൂട്ടുകാരൻ ആദിദേവിന്റെ കയ്യിൽ കുഞ്ഞിനെ കൊടുത്തിട്ട് ഏതെങ്കിലും അമ്മത്തൊട്ടിലാക്കാൻ പറഞ്ഞ് ആശുപത്രിയിലേക്ക് തിരികെ പോരുകയും ചെയ്തു. എന്നാൽ ആദിദേവാണ് ആ കുഞ്ഞിനെ വെച്ച് കളിയെല്ലാം കളിച്ചത്. കുഞ്ഞിനെ അവിടെ വെച്ചിട്ട് പോയ വിവേകിനെ ആകാശ് കണ്ടിരുന്നല്ലോ. അതിനാലാണ് വിവേകിനെ വീണ്ടും ആശുപത്രിയിൽ വെച്ച് കണ്ടപ്പോൾ ആ കുഞ്ഞുള്ള സ്ഥലം വിവേകിന് പറഞ്ഞു കൊടുത്തതും. കാരണം കുഞ്ഞിനെയും ആദിദേവിനെയും പിടികൂടിയാൽ പോലീസുകാർ തന്നെയും പിടിക്കുമെന്ന് ആകാശിന് അറിയാമായിരുന്നു. അതേസമയം CI രാകേഷ് നീ എന്തിനാണ് കുഞ്ഞിനെ അമ്മത്തൊട്ടിലാക്കാൻ പറഞ്ഞത് എന്ന് ചോദിക്കുന്നു. അതിന് ആകാശ് അറിയാതെ പറ്റിയ ഒരു തെറ്റിന്റെ പേരിൽ ആ കുഞ്ഞിനെയും അവളെയും ചുമക്കാൻ എനിക്ക് പറ്റില്ല. കുഞ്ഞായതിന്റെ പേരിൽ വീട്ടുകാർ നിർബന്ധിച്ചതിനാലാണ് ഞാൻ അവളെ കല്യാണം കഴിച്ചത്. ഞങ്ങൾ ഇത് നേരത്തെ അബോർട്ട് ചെയ്യാൻ ശ്രമിച്ചതാണ്. എന്നാൽ അവൾക്ക് എന്തൊക്കെയോ പ്രോബ്ലംസ് ഉള്ളത് കൊണ്ട് അത് നടന്നതുമില്ല. മാത്രവുമല്ല കുഞ്ഞില്ല എങ്കിൽ ഡിവോഴ്സ് കിട്ടാൻ എളുപ്പവുമാണ് എന്ന് പറയുന്നു. അതേസമയം ന്യൂസുകളിലെല്ലാം കുഞ്ഞിനെ കിഡ്നാപ്പ് ചെയ്തത് കുഞ്ഞിന്റെ അച്ഛനും കൂടി ചേർന്നാണ് എന്ന ന്യൂസ് വരാൻ തുടങ്ങിയിരുന്നു. അതെല്ലാം കണ്ട് പെണ്ണിന്റെയും ചെറുക്കന്റെയും വീട്ടുകാർ അതൊരു ആശുപത്രിയാണെന്ന് പോലും നോക്കാതെ അവിടെ കിടന്ന് അലമ്പുണ്ടാക്കാൻ തുടങ്ങി. അതെല്ലാം കണ്ട് നിയന്ത്രണം പോയ കുഞ്ഞിന്റെ അമ്മ മീനാക്ഷി അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരോട് പറഞ്ഞ് ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ആവുകയാണ്. അതേസമയം വിവേകിനെയും സഹോദരിയെയും കാണിക്കുന്നു. കുഞ്ഞിനെ തിരികെ കിട്ടിയപ്പോൾ സഹോദരിക്ക് തന്റെ കുഞ്ഞിനെ തിരികെ കിട്ടിയ അത്രയും വലിയ സന്തോഷമായിരുന്നു. എങ്കിലും സഹോദരി വിവേകിനോട് പറയുന്നു, നമുക്ക് ഈ കുഞ്ഞിനെ അതിന്റെ അമ്മയ്ക്ക് തന്നെ തിരികെ കൊടുക്കാം. ഒന്നുമില്ലെങ്കിലും അതും ഒരമ്മയല്ലേ. അതിന് വിവേക് ഇത് ഞാൻ രക്ഷപ്പെടാൻ വേണ്ടി പറയുന്നതൊന്നുമല്ല. ഈ കുഞ്ഞിനെ രണ്ടാമത് നമ്മുടെ കയ്യിലേക്ക് ദൈവം തരണമെങ്കിൽ ഇത് ശരിക്കും നമുക്കുള്ള കുഞ്ഞായതുകൊണ്ടാണ്. മാത്രവുമല്ല ഒരർത്ഥത്തിൽ നോക്കിയാൽ ഇപ്പോഴീ കുഞ്ഞിനെ തന്നത് അതിന്റെ അച്ഛൻ തന്നെയല്ലേ. അപ്പോഴാണ് സഹോദരിക്ക് ഭർത്താവിൽ നിന്നും കോൾ വരുന്നത്. നീ ഇത്രയും നേരമായിട്ടും എന്താണ് വീട്ടിലേക്ക് വരാത്തത്? നീ ശരിക്കും നിന്റെ അനിയന്റെ കൂടെയാണോ അതോ വേറെ ആരുടെയെങ്കിലും കൂടെയാണോ എന്നെല്ലാം ചോദിച്ച് ഒത്തിരി വൾഗറായി സംസാരിക്കുകയാണ്. ആദ്യമെല്ലാം അത് കേട്ട് മിണ്ടാതിരുന്ന സഹോദരി അവസാനം ഭർത്താവിനോട് പറയുകയാണ്, ഞാൻ ഇനി ആ വീട്ടിലേക്ക് വരുന്നില്ല. ഞാനും എന്റെ കുഞ്ഞും എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം. എന്നെ ഇനി നിങ്ങൾ തിരക്കി വന്നാൽ എന്റെ ദേഹത്തുള്ള പാടുകളെല്ലാം ഞാൻ പോലീസുകാരെ കാണിച്ച് കേസ് കൊടുക്കും എന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നു. അത് കണ്ട് ഭർത്താവ് വീണ്ടും കുറെ നേരം തിരികെ വിളിച്ചെങ്കിലും അവൾ ഫോൺ എടുത്തില്ല. അങ്ങനെ വിവേക് തന്റെ സഹോദരിയെയും കൂട്ടി തന്റെ വീട്ടിലേക്ക് വരികയാണ്. സാധാരണ വീട്ടിൽ നിന്നും ഓടിപ്പോയി വിവാഹം ചെയ്തിട്ട് ഒരു കുഞ്ഞൊക്കെയായി തിരികെ വീട്ടിലേക്ക് വരുമ്പോൾ എല്ലാവരും എല്ലാം ക്ഷമിക്കാറാണല്ലോ നാട്ടു നടപ്പ്. എന്നാൽ വിവേകിന്റെ അച്ഛൻ സഹോദരിയെ വീടിനകത്ത് പോയിട്ട് മുറ്റത്ത് പോലും കയറ്റിയില്ല. എന്തായാലും ആ ബഹളം കാണാൻ അയൽപക്കക്കാരെല്ലാവരും തടിച്ചു കൂടിയിട്ടുണ്ടായിരുന്നു. അവരുടെ കൂടെ സനലും ഉണ്ടായിരുന്നു. അവിടെ വെച്ച് സനൽ വിവേകിന്റെ ശരിക്കുള്ള പേര് ഋഷി എന്നാണെന്നും സഹോദരിയുടെ പേര് ഋതു എന്നും മനസ്സിലാക്കുന്നു. അതായത് വിവേക് എന്നത് ആശുപത്രിയിൽ കൊടുത്ത കള്ളപ്പേരായിരുന്നു. അച്ഛൻ ഋതുവിനെ വീട്ടിൽ കയറ്റില്ല എന്ന് മനസ്സിലാക്കിയ ഋഷി ഋതുവിനെയും കൂട്ടി അവിടെ നിന്നും പോവുകയാണ്. അത് കണ്ട സനൽ അവരെ ഫോളോ ചെയ്യുന്നു. എന്തായാലും പോലീസുകാരും ആ കേസ് നല്ല രീതിയിൽ തന്നെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അവരുടെ ലിസ്റ്റിലെ ഒരു നോട്ടപ്പുള്ളിയായിരുന്നല്ലോ സനൽ. അതിനാൽ തന്നെ സനലിന്റെ ഫോൺ അവർ ട്രേസ് ചെയ്യുന്നുമുണ്ടായിരുന്നു. ആശുപത്രിയിൽ നിന്നിറങ്ങിയ സനൽ വീട്ടിലേക്ക് പോകാതെ അവിടെയൊക്കെ കിടന്ന് കറങ്ങുന്നത് ശ്രദ്ധയിൽപ്പെട്ട CI രാകേഷ് മറ്റു പോലീസുകാരോട് സനലിനെ വാച്ച് ചെയ്യാൻ പറയുന്നു. അതേസമയം ഋഷിയെയും ഋതുവിനെയും കാണിക്കുന്നു. ഋതു ഋഷിയോട് തന്റെ കൂടെ പഠിച്ചിരുന്ന ഒരു കൂട്ടുകാരി കൽക്കട്ടയിലുണ്ടെന്നും ഞാൻ അവിടേക്ക് പോയിക്കോളാം എന്നും പറയുന്നു. അതിനു ഋഷി ഈ കുഞ്ഞിനെയും കൊണ്ട് നീ ഒറ്റയ്ക്ക് കൽക്കട്ടയിൽ പോയി എന്തു ചെയ്യും എന്ന് ചോദിക്കുന്നു. അതിനു ഋതു അത് ഞാൻ
നോക്കിക്കോളാം, ഞാനിനിയും ഇവിടെ നിന്നാൽ ഈ കുഞ്ഞിനെ എനിക്ക് നഷ്ടമാകും എന്നും പറഞ്ഞ് ഒരു ട്രെയിൻ ബുക്ക് ചെയ്യുന്നു. എന്നാൽ ഋതുവിന്റെ ഫോണിലെ ഇമെയിൽ ID തന്റെ ഭർത്താവിന്റെ ഫോണുമായി കണക്ട് ആയിരുന്നു. അതിനാൽ തന്നെ ഋതു ബുക്ക് ചെയ്ത ടിക്കറ്റിന്റെ കൺഫർമേഷൻ തന്റെ ഭർത്താവിന്റെ ഫോണിലേക്കും വന്നിരുന്നു. അതേസമയം ഋഷിയെയും ഋതുവിനെ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന സനൽ ഋതുവിന്റെ കയ്യിൽ ഒരു കുഞ്ഞിരിക്കുന്നത് കണ്ടതിനാൽ തന്നെ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ സഹായിച്ച നേഴ്സിനെ വിളിച്ച് ഋതു എന്ന പേരിൽ നമ്മുടെ അടുത്തുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ഈ അടുത്ത ദിവസങ്ങളിൽ ഡെലിവറിക്ക് വന്നിട്ടുണ്ടായിരുന്നോ എന്നൊന്ന് അന്വേഷിക്കാമോ എന്ന് ചോദിക്കുന്നു. അങ്ങനെ ആ നേഴ്സ് ഹോസ്പിറ്റലുകളിലെല്ലാം വിളിച്ച് അന്വേഷിച്ച് സനലിനെ തിരികെ വിളിച്ചിട്ട് പറയുന്നു, ഇന്നലെ ഉച്ചയ്ക്ക് ഋതു എന്ന ഒരു സ്ത്രീയുടെ പ്രസവം നടന്നിട്ടുണ്ട്. പക്ഷേ കുഞ്ഞ് ചാപ്പിള്ളയായിരുന്നു. അതായത് പ്രസവത്തിന് മുമ്പേ കുഞ്ഞ് മരിച്ചിരുന്നു. അത് കേട്ടപ്പോൾ സനലിന് ഉറപ്പായി, അതായത് ഋതുവിന്റെ കയ്യിലുള്ള കുഞ്ഞ് അവരുടെ ആശുപത്രിയിൽ നിന്നും കാണാതായ അതേ കുഞ്ഞ് തന്നെയാണെന്ന്. അങ്ങനെ ഋഷി ഋതുവിനെയും കൂട്ടി റെയിൽവേ സ്റ്റേഷനിൽ എത്തി. ഋതുവിനെയും കുഞ്ഞിനെയും വണ്ടിയിലിരുത്തിയിട്ട് ഋഷി വെള്ളം വാങ്ങുന്നതിനായി ഒരു കടയിലേക്ക് പോവുകയാണ്. അതേസമയം അവരെ ഫോളോ ചെയ്തു വന്നിരുന്ന സനൽ ഋഷിയെ പിടികൂടുകയാണ്. അങ്ങനെ സനലും ഋഷിയും അവിടെ കിടന്ന് അടികൂടുകയാണ്. അപ്പോഴാണ് സനലിനെ ഫോളോ ചെയ്തു വന്നിരുന്ന പോലീസുകാർ അത് കാണുന്നത്. അങ്ങനെ പോലീസുകാർ അവരുടെ അടുത്തേക്ക് ഓടി വരികയാണ്. അത് കണ്ട ഋഷി സനലിനെ തള്ളിവിട്ട് അവിടെ നിന്നും ഓടിപ്പോകുന്നു. അത് കണ്ട സനൽ പോലീസുകാരോട് അവനെ പിടികൂടാൻ പറയുകയാണ്. അത് കണ്ട് ഋഷി അവിടെ ക്രിസ്തുമസ് ആഘോഷിച്ചുകൊണ്ടിരുന്ന ആളുകളുടെ ഇടയിൽ കയറി രക്ഷപ്പെടുകയും ചെയ്തു. ഋഷി മാസ്ക് വെച്ച് മുഖം മറച്ചിരുന്നതിനാൽ തന്നെ പോലീസുകാർക്ക് ഋഷിയുടെ മുഖം കാണാൻ കഴിഞ്ഞതുമില്ല. അതേസമയം ഋഷിക്ക് ഋതുവിന്റെ കോൾ വരികയാണ്, താനും കുഞ്ഞും ട്രെയിനിൽ കയറി എന്നും പറഞ്ഞ്. അത് കേട്ട് ഋഷിക്ക് വളരെയധികം സന്തോഷമായി. എന്നാൽ ഋതുവിനെ അന്വേഷിച്ച് ഋതുവിന്റെ ഭർത്താവും ട്രെയിനിൽ കയറിയിരുന്നു. കാരണം ഋതു ടിക്കറ്റ് ബുക്ക് ചെയ്തപ്പോൾ അതിന്റെ കൺഫർമേഷൻ ഋതുവിന്റെ ഭർത്താവിന്റെ ഫോണിലേക്കും പോയിരുന്നല്ലോ. അങ്ങനെ ഭർത്താവ് ഋതുവിന്റെ സീറ്റിൽ വന്ന് നോക്കുമ്പോൾ ഋതു അവിടെ ഉണ്ടായിരുന്നില്ല. കാരണം ഋതു തന്റെ ഫോണിൽ നിന്നും ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ആ ഫോണിന്റെ ഇമെയിൽ ID ഭർത്താവിന്റെ ഫോണുമായി കണക്റ്റഡ് ആണെന്നുള്ള കാര്യം ഓർക്കുന്നത്. അതിനാൽ തന്നെ ഋതു ഋഷിയുടെ ഫോണിൽ നിന്നും മറ്റൊരു ട്രെയിനിൽ വേറെ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു. ആ ട്രെയിനിലാണ് ഋതു ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഭർത്താവിന്റെ കയ്യിൽ നിന്ന് ഋതു രക്ഷപ്പെട്ടെങ്കിലും സനലിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടിരുന്നില്ല. കാരണം ഋതു പോയിക്കൊണ്ടിരുന്ന ആ ട്രെയിനിൽ ഋതുവിന്റെ അടുത്ത് തന്നെയായി സനലും ഉണ്ടായിരുന്നു. അങ്ങനെ സനൽ പോലീസുകാരെ ഫോൺ ചെയ്ത് ആശുപത്രിയിൽ നിന്നും കാണാതായ കുഞ്ഞ് തന്റെ കൺമുന്നിലുണ്ടെന്നും അടുത്ത സ്റ്റേഷനിലേക്ക് വേഗം വന്നാൽ കുഞ്ഞിനെ കിട്ടുമെന്നും പറയുന്നു. അങ്ങനെ ട്രെയിൻ എത്തുന്നതിന് മുമ്പ് തന്നെ പോലീസുകാർ ആ റെയിൽവേ സ്റ്റേഷനിൽ എത്തി ട്രെയിനിനു വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു. അങ്ങനെ ട്രെയിൻ സ്റ്റേഷനിലെത്തി പോലീസുകാർ സനലിന്റെ അടുത്തേക്ക് ഓടി വന്ന് കുഞ്ഞെവിടെ എന്ന് ചോദിക്കുന്നു. അങ്ങനെ സനൽ ഋതുവും കുഞ്ഞും ഇരുന്ന സീറ്റ് കാണിച്ചു കൊടുക്കുന്നു. നോക്കിയാൽ അവിടെ ഋതുവും കുഞ്ഞും ഉണ്ടായിരുന്നില്ല. പോലീസുകാരും സനലും അവിടെ മുഴുവനും തേടി നോക്കിയെങ്കിലും ഋതുവിനെയും കുഞ്ഞിനെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പോലീസുകാർ റെയിൽവേ സ്റ്റേഷനിലെ CCTV മുഴുവൻ ചെക്ക് ചെയ്ത് നോക്കിയെങ്കിലും ഋതുവിന്റെ മുഖമോ വീഡിയോയോ ഒരു CCTVയിലും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പോലീസുകാർ സനലിനെയും കൂട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ്. എന്നിട്ട് CI രാകേഷ് സനലിനോട് ആശുപത്രിയിൽ നിന്നും ഇറങ്ങിയ നീ എന്തിനാണ് വീട്ടിലേക്ക് പോകാതിരുന്നത് എന്ന് ചോദിക്കുന്നു. അതിന് സനൽ ജോലിയൊക്കെ പോയില്ല സാറേ, വീട്ടിൽ പോകാൻ തോന്നിയില്ല, അതുകൊണ്ട് കുറച്ചു നേരം കറങ്ങാമെന്ന് വിചാരിച്ചു എന്ന് പറയുന്നു. അതിന് CI പിന്നെ നീ എന്തിനാണ് ട്രെയിനിൽ കയറിയത് എന്ന് ചോദിച്ചു. അതിന് സനൽ വണ്ടിയിലെ പെട്രോൾ തീരാറായിരുന്നു, അതിനാലാണ് ട്രെയിനിൽ കയറി വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചത്, ഞാൻ ഇടയ്ക്ക് അങ്ങനെ വീട്ടിലേക്ക് പോകാറുള്ളതാണ് എന്ന് പറയുന്നു. അതിന് CI രാകേഷ് അപ്പോൾ പിന്നെ നീ ആ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അടിയുണ്ടാക്കിയത് ആരുമായിട്ടായിരുന്നു എന്ന് ചോദിക്കുന്നു. അതിന് സനൽ അവൻ എന്റെ പോക്കറ്റ് അടിക്കാൻ നോക്കി, അതിനാലാണ് അവനുമായി അടിയുണ്ടാക്കിയത് എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാം ചോദിച്ചറിഞ്ഞതിനു ശേഷം സനലിനെ പോലീസുകാർ അവിടെ നിന്നും പറഞ്ഞു വിടുകയാണ്. അങ്ങനെ സനൽ ആ പോലീസ് സ്റ്റേഷനിൽ നിന്നും പോകാൻ നേരം ഈ സിനിമയിലെ ശരിക്കുള്ള ട്വിസ്റ്റ് കാണിക്കുന്നു. അതായത് ട്രെയിനിൽ വെച്ച് പോലീസുകാരെ വിളിച്ച് കുഞ്ഞ് ട്രെയിനിലുണ്ട് എന്ന് പറഞ്ഞ സനൽ ഋതുവിന്റെ അടുത്ത് ചെന്ന് അടുത്ത സ്റ്റേഷനിൽ പോലീസുകാർ ഈ കുഞ്ഞിനെയും കൊണ്ട് പോകാനായി വരും, അതിനാൽ ബഹളമുണ്ടാക്കാതെ ഇരിക്കണം എന്ന് പറയുന്നു. അതിന് ഋതു ഞാൻ ഈ കുഞ്ഞിന്റെ അമ്മയായ മീനാക്ഷിയുടെ വീട്ടിൽ പോയിരുന്നു കുഞ്ഞിനെ തിരികെ കൊടുക്കുന്നതിനു വേണ്ടി. എന്നാൽ മീനാക്ഷി എന്നോട് എനിക്ക് ആ കുഞ്ഞിനെ നോക്കാനുള്ള പ്രായമൊന്നും ആയില്ല എന്നും ആ കുഞ്ഞിനെ തനിക്ക് വേണ്ട എന്നും പറഞ്ഞ് എനിക്ക് തന്നതാണ് എന്ന് പറയുന്നു. അതെല്ലാം കേട്ട് അത് സത്യമാണോ എന്നറിയുന്നതിനായി സനൽ മീനാക്ഷിയെ വിളിച്ചു ചോദിക്കുന്നു. ഋതു പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമായിരുന്നു. അതായത് കുഞ്ഞിന്റെ അമ്മയായ മീനാക്ഷി ആ കുഞ്ഞിനെ ഋതുവിന് കൊടുത്തിരുന്നു. അതിനാൽ സനൽ തന്നെയാണ് അടുത്ത സ്റ്റേഷനിൽ ട്രെയിൻ എത്തുന്നതിന് മുമ്പ് ഋതുവിനെയും കുഞ്ഞിനെയും അവിടെ നിന്നും മാറ്റിയതും. അങ്ങനെ ഋതുവും കുഞ്ഞും കൊൽക്കത്തയിലേക്ക് ബസ്സിൽ പോകുന്നതും കാണിച്ചുകൊണ്ട് ഈ സിനിമയും അവസാനിക്കുന്നു. കൂട്ടുകാർക്ക്
കൂട്ടുകാർക്കെല്ലാവർക്കും ഈ വീഡിയോ വളരെയധികം ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ആർക്കെങ്കിലും ഏതെങ്കിലും സിനിമയുടെ എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ഈ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും എഴുതി അറിയിക്കുക. വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.